السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وصلى الله وسلم على المبعوث رحمة للعالمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين وسلم تسليما كثيرا أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 102 ആയത്തിൻ്റെ 3-ാമത്തെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ രാജവാഴ്ചയെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചുമൊക്കെ ചെറിയ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പക്ഷികളെയും കാറ്റിനെയും ഒക്കെ കീഴ്പ്പെടുത്തി കൊടുത്തതിനെ കുറിച്ചും അതുപോലെ ഭൗതികമായ പല ജോലികളും ജിന്നുകളെ കൊണ്ടും മറ്റും ചെയ്യിച്ചിരുന്നതായ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി. ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ സുലൈമാന്റെ രാജവാഴ്ചയെപ്പറ്റി പിശാചുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞതിലെ പിശാചുക്കൾ പറഞ്ഞു പരത്തിയ കാര്യങ്ങളാണ് ഇന്ന് നമുക്കിവിടെ പഠനവിധേയമാക്കാനുള്ളത്. സഹോദരങ്ങളെ, വാസ്തവത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അത് ലോകത്ത് മറ്റാർക്കും ലഭിക്കാത്ത, നമുക്കൊന്നും ചിന്തിക്കാൻ തന്നെ കഴിയാത്ത ഭൗതികമായ അനുഗ്രഹങ്ങളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ അതെല്ലാം സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് ലഭിച്ചത് സിഹിറിലൂടെയായിരുന്നു എന്നാണ് പിശാചുക്കൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചത്. ജനങ്ങൾക്കിടയിൽ അത്രമാത്രം സ്വീകാര്യത നേടിയ ഒരു ദുഷിച്ച ഏർപ്പാടായിരുന്നു വാസ്തവത്തിൽ ഈ സിഹിർ എന്ന് പറയുന്നത്. മാരണമെന്നും ആഭിചാരമെന്നൊക്കെ നമ്മൾ പരിഭാഷപ്പെടുത്തി പറയാറുള്ള ഈ സിഹിർ അത് പിന്നീട് യഹൂദികൾ ഏറ്റെടുക്കുകയും സുലൈമാൻ നബി അലൈഹിസ്സലാമിയെ കുറിച്ച് മാരണം കൈകാര്യം ചെയ്തിരുന്ന വിദഗ്ധനായ ഒരു രാജാവായിട്ടാണ് യഹൂദികൾ അദ്ദേഹത്തെ കുറിച്ച് പ്രചരിപ്പിച്ചിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ദൃഷ്ടാന്തങ്ങളെ സിഹിറിലൂടെ നേടിയെടുത്ത കഴിവുകളായി ചിത്രീകരിച്ചുകൊണ്ട് പിശാചുക്കളാണ് ജനങ്ങൾക്കിടയിൽ ഈ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിശാചുക്കൾ പ്രചരിപ്പിച്ച പൊള്ളത്തരങ്ങൾ എല്ലാ തഫ്സീർ പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ രാജവാഴ്ചക്ക് മുമ്പ് ജനങ്ങൾ സിഹിറിന്റെ പ്രവർത്തനങ്ങളിൽ ധാരാളമായി ഇടകലരുകയും പിശാചുക്കൾ ഈ ഒരു കൃത്യം ജനങ്ങൾക്കിടയിൽ വ്യാപകമാക്കുന്നതിന് വേണ്ടി എല്ലാ സഹായങ്ങളും മാരണം ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് അവർ ചെയ്തു കൊടുത്തിരുന്നു എന്നാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ വെച്ച് ഒരു കാര്യം തീരുമാനിച്ച് ആ തീരുമാനം മലക്കുകളെ അറിയിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളോടുള്ള ഭക്തി കാരണം ഈ മലക്കുകൾ അവരുടെ ചിറകുകൾ അടിക്കുമെന്നാണ്. ഒരു മിനുസായ വെള്ളക്കല്ലിന്മേൽ ചങ്ങല വലിക്കും പോലെ ആയിരിക്കും ആ മലക്കുകളുടെ ചിറകടിക്കൽ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് പറഞ്ഞു തരികയാണ്, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നടുക്കം നീങ്ങുമ്പോൾ, അതായത് ആ മലക്കുകളുടെ ഹൃദയങ്ങളിൽ നിന്ന് ആ ഭയം നീങ്ങി മാറുമ്പോൾ തങ്ങളുടെ റബ്ബ് പറഞ്ഞത് എന്താണ് എന്ന് അവർ പരസ്പരം ആകാശത്ത് വെച്ച് ചോദിച്ചറിയുമെന്നാണ്. അപ്പോ ആ മലക്കുകളുടെ സംസാരം കട്ടുകേൾക്കുന്ന പിശാചുക്കൾ അവർ ഒരാൾക്ക് മീതെ മറ്റൊരാളായി നിലകൊള്ളുന്ന അവസ്ഥയിൽ ആകാശത്ത് നിന്ന് അത് കേൾക്കുകയും ചിലപ്പോൾ ആ കട്ടുകേട്ട വർത്തമാനം ആ പിശാച് താഴെയുള്ള പിശാചിനെ ഇട്ടുകൊടുക്കും മുമ്പ് അവന് തീജ്വാല ബാധിക്കുമെന്നാണ്. ആ തീജ്വാല അവനെ കരിച്ചു കളയുകയും ചെയ്യും. ചിലപ്പോ അടുത്തു നിൽക്കുന്നവർക്ക് അത് ഇട്ടുകൊടുക്കുന്നത് വരെ ആ തീജ്വാല പിടിപെടാതെയും ഇരിക്കും. അങ്ങനെ ആ കട്ടുകേട്ട ആ വർത്തമാനങ്ങൾ ആ പിശാചുക്കൾ ഈ ഭൂമി വരെ എത്തിക്കുമെന്ന, എന്നിട്ട് അത് സാഹിറിന്,
അതായത് ആ മാരണക്കാരന് ഈ വാർത്തകൾ ഇട്ടുകൊടുക്കും. അപ്പോ ഈ മാരണക്കാരൻ അതിൽ 100 കളവും കൂടി ചേർക്കുകയും പിന്നീട് അതിനെ ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ആ വ്യക്തി നമ്മളോട് പറഞ്ഞില്ലേ, അത് യഥാർത്ഥമായത് കണ്ടില്ലേ എന്നൊക്കെ ജനങ്ങൾ സംസാരിക്കുമെന്നാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വാസ്തവത്തിൽ ആകാശത്ത് നിന്ന് പിശാചുക്കൾ കട്ടുകേട്ട വാർത്തയായിരിക്കും അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി കൊണ്ട് ഇവിടെ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ രൂപത്തിലാണ് ജ്യോത്സ്യന്മാരും കാഹിനുമാരും അതായത് ഈ സാഹിർമാരും ഒക്കെ ഈ രൂപത്തിലുള്ള വാർത്തകൾ പിശാചിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അത് നിർവഹിക്കുന്നത് എന്ന് കൃത്യമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോ ഈ രൂപത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ രാജവാഴ്ചയുടെ മുമ്പായി ജനങ്ങൾ ധാരാളമായി മാരണക്കാരുടെ അടുക്കലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ്, പിശാചുക്കളിൽ നിന്ന് കട്ടുകേട്ട വാർത്തകളും അതുപോലെ തന്നെ മാരണക്കാരൻ സ്വന്തമായി കളവുകൾ കെട്ടിച്ചേർത്തുകൊണ്ടുള്ള വാർത്തകളും ഈ വാർത്തകളെല്ലാം ജനങ്ങൾ എഴുതി വെക്കുകയും അവർ പല രൂപത്തിലുമായി സിഹിർ ചെയ്യുന്ന അല്ലെങ്കിൽ മാരണം ചെയ്യുന്ന ഈ ഏർപ്പാടുകൾ വളരെ വ്യാപകമായി കൊണ്ട് അവരത് ഉപയോഗിക്കുവാൻ തുടങ്ങിയെന്ന്. എത്രത്തോളം എന്നാൽ ഇസ്രായേൽ ജനതയിൽപ്പെട്ട ആളുകൾ ഗൈബിയായ അദൃശ്യമായ കാര്യങ്ങൾ ജിന്നുകൾക്കും മാരണക്കാരനും ഒക്കെ അറിയാമെന്ന രൂപത്തിൽ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഈ വ്യതിചലിച്ച ഈ തെറ്റായ വിശ്വാസം അവർ ആഴത്തിൽ ഇറക്കുന്ന രൂപത്തിൽ അവർ ആ രൂപത്തിൽ പ്രചരിപ്പിച്ചു എന്ന്. ഈ ഒരു അവസ്ഥയിൽ ഇസ്രായേൽ ജനത അധപ്പതിച്ച ഒരു സമയത്താണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനായി അവിടേക്ക് കടന്നു വരുന്നത്. സിഹറിനെ കുറിച്ച് രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളും മറ്റും സുലൈമാൻ നബി അലൈഹിസ്സലാം ശേഖരിക്കുകയും അത് ഒരിക്കലും ഇനി പിശാചുക്കൾക്ക് ലഭിക്കാത്ത രൂപത്തിൽ അതെല്ലാം ഭൂമിക്കടിയിൽ അദ്ദേഹം കുഴിച്ചിടുകയും ചെയ്തു എന്ന്. എന്നിട്ട് ജനങ്ങളോടായി ആ നാട്ടിലെ രാജാവും പ്രവാചകനുമായിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? ആരെങ്കിലും പിശാചുക്കൾക്ക് അദൃശ്യജ്ഞാനം ഗൈബറിയാമെന്ന് വാദിച്ചാൽ അവരുടെ തല ഞാൻ കൊയ്തെടുക്കുമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ജനങ്ങളെ മുഴുവൻ ദുഷിച്ച ഈ ഒരു ഏർപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് സാധിച്ചു. എന്നാൽ സഹോദരങ്ങളെ, സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ മരണശേഷം പിശാചുക്കൾ വീണ്ടും ജനങ്ങളെ തെറ്റിക്കുന്നതിന് വേണ്ടി ഈ സിഹറിന്റെ പ്രവർത്തനങ്ങളുമായി ജനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ രാജവാഴ്ചയുടെ സമയത്ത് അദ്ദേഹത്തിന് ജിന്നുകൾ കീഴ്പ്പെടാനുണ്ടായ കാരണവും അതുപോലെ തന്നെ കാറ്റിനെയും പക്ഷികളെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത്, അത്ഭുതകരമായി ഉപയോഗിക്കാൻ കഴിഞ്ഞത് അതെല്ലാം സുലൈമാൻ നബി അലൈഹിസ്സലാം പഠിച്ചു വെച്ച സിഹറിന്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് ഈ പിശാചുക്കൾ പറഞ്ഞു വരുത്തുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പഠിച്ചു വെച്ച ആ കാര്യങ്ങളാണ് ഭൂമിക്കടിയിൽ അദ്ദേഹം കുഴിപ്പിച്ചിട്ടുള്ളത് എന്നും അത് പുറത്തെടുത്താൽ അദ്ദേഹത്തെ പോലെ മറ്റുള്ളവർക്കും ഇത്തരം പ്രയോജനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പിശാചുക്കൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം അവസാനം വരുത്തിയ ഈ സിഹറിന്റെ ബാണ്ടക്കെട്ടുകൾ വീണ്ടും ജനങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർ ഉപയോഗിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം അവസാനിപ്പിച്ച, അതായത് ജനങ്ങളിൽ നിന്ന് ഈ ഏർപ്പാടിന് ഒരു അവസാനം വരുത്തി വെച്ച ഈ ഒരു ബാണ്ടക്കെട്ടുകൾ വീണ്ടും ജനങ്ങൾ ഉപയോഗിക്കുന്ന നിലയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഈ സിഹറിന് വീണ്ടും പ്രചാരം ലഭിക്കുകയും ജനങ്ങൾ കൂട്ടത്തോടുകൂടി വീണ്ടും കുഫറിലേക്ക് വീണുപോകുന്ന അവസ്ഥ ഇസ്രായേൽ ജനതയിൽ ഉണ്ടായി എന്നാണ് സഹോദരങ്ങളെ. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, വത്തബഉ മാ തത്ലു ശയാതീനു അലാ മുൽക്കി സുലൈമാൻ. സുലൈമാന്റെ രാജവാഴ്ചയെ പറ്റി പിശാചുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു. വമാ കഫറ സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല താനും. വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ. എങ്കിലും മനുഷ്യർക്ക് സിഹർ പഠിപ്പിച്ചുകൊണ്ട്, മാരണം പഠിപ്പിച്ചുകൊണ്ട് പിശാചുക്കളാണ് അവിശ്വസിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. അപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? ഇസ്രായേൽ ജനതയെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി പിശാചുക്കൾ പണിയെടുക്കുകയായിരുന്നു. അവർ സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ ഭരണകൂടവും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ മറ്റു അനുഗ്രഹങ്ങളും അതെല്ലാം സിഹ്ർ കൊണ്ട് അല്ലെങ്കിൽ മാരണം കൊണ്ട് ജപമന്ത്രങ്ങൾ കൊണ്ടൊക്കെ സുലൈമാൻ നബി അലൈഹിസ്സലാം നേടിയെടുത്തതാണ് എന്ന് ഈ പിശാചുക്കൾ പറഞ്ഞു വരുത്തുകയും ജനങ്ങൾ അതിന്റെ പുറകെ പോവുകയും ചെയ്തു എന്ന്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിയെ പരിശുദ്ധനാക്കിക്കൊണ്ട് പറഞ്ഞു,
പറഞ്ഞു, വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാതീന കഫറു. സുലൈമാൻ നബി അലൈഹിസ്സലാം അവിശ്വാസിയായിട്ടില്ല, സത്യനിഷേധിയായിട്ടില്ല. മനുഷ്യർക്ക് സിഹർ പഠിപ്പിച്ചുകൊണ്ട് പിശാചുക്കളാണ് സത്യനിഷേധം പ്രകടിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി സഹോദരങ്ങളെ, നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് സിഹറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാക്കിയത്? സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഒരു കുഫറായിക്കൊണ്ടാണ്, സത്യനിഷേധമായിക്കൊണ്ടാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് വിശദമായിക്കൊണ്ട് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ യഥാവിധി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.